ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ പ്രീമിയം ട്രെയിനായ വന്ദേ ഭാരത് സ്ലീപ്പറിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അസമിലെ കാമാക്കയിലാണ്. കാമാക്കയിൽ നിന്ന് നമ്മൾ ഹൗഡയിലേക്ക് പോവാണ് സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ്. വണ്ടി ഇവിടുന്ന് വൈകിട്ട് 6:15 വിടുന്നത്. അറിയാൻ എല്ലാവർക്കും വന്ദേ ഭാരത് സ്ലീപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയും ടോപ്പ് മോസ്റ്റ് ലക്ഷറി ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ട് 5:30 ആകുമ്പോൾ നേരെ ഉരുട്ടും കേട്ടോ. ഇത് 6:15 വിടുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വെട്ടത്തിന് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹാവട എത്തിയിട്ട്, ഹാവട എന്ന് പറയുന്നത് കൊൽക്കട്ടയിലാണ്, ഹാവട എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഇവിടെ നമുക്ക് റേക്ക് അവർ നേരത്തെ കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. റേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ CDയിൽ കോച്ചിൻ്റെ പോലെ കിടക്കുന്നതുകൊണ്ട് കാണിച്ചു തരാവേ. കണ്ടാ, അതാണ് നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ റേക്ക്. 6:15 വിടുന്നതുകൊണ്ട് അവർ എപ്പോൾ കൊണ്ടുവരുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ഇവിടെ കാമാക്കിയിൽ നിന്നും വിടുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4 എന്നാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ നമ്പർ 27576 എന്നാണ്. അപ്പോൾ അത് ഇപ്പോൾ റേക്ക് വരാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:15. ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇരുട്ടുമെന്ന്. ഇവിടെ നേരെ ഉരുട്ടും. അതുകൊണ്ട് ഡേ ലൈറ്റ് നമുക്ക് കിട്ടത്തില്ല. രാവിലെ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തെ ഭാഗമൊക്കെ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാ വരുന്നത് വേണ്ട നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ അവിടെ യാടിയിൽ നിന്ന് ഇറങ്ങിയതാണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ പയ്യെ വരുവാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തിൻ്റെ ഏക വന്ദേ ഭാരത് സ്ലീപ്പറും ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പറുമാണിത്. അതാണ്ട് വരുന്നതാണ്ടാ. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ നിങ്ങളൊരു വെറൈറ്റി ഒരു ലുക്കാണ് എനിക്ക്. പൊളി. ആ ക്യാബിനകത്ത് കുറേ പേരുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ. നോക്കിയേ, നൈസ്. എന്തോ ക്ലിയർ വിൻഡോ വന്നുകൊണ്ടോ. ഇത് ആദ്യമൊക്കെ കാണുന്ന 3rd AC ആണ് കേട്ടോ. ഇതിൽ സാധാരണ നമ്മൾ LHP കോച്ചിലൊക്കെ ഇതിൽ സീറ്റ് കുറവാണ് കേട്ടോ. B10 എന്നൊക്കെ പറഞ്ഞ് ഞാൻ 2nd AC പോകുന്നത്. കൊള്ളാം, ഒരു പ്രീമിയം ലുക്ക്. നോക്കിയേ, അടിപൊളി. അകത്ത് എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്. അകത്ത് ഒരു രക്ഷയില്ല കേട്ടോ, കീട്ടില്ല അകത്ത്. ഇതൊരു വമ്പ സെറ്റപ്പാണ് കേട്ടത്. B8 എൻ്റെ കോച്ച് നടുക്കം കണ്ട് A4 കേട്ടോ. ഇതിന് മിക്സാണേ. ഇടയ്ക്ക് 2nd AC, ഇടയ്ക്ക് 3rd AC, അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട് ഇതിൽ. B7 നമുക്കിതിൻ്റെ ഫസ്റ്റ് AC ആണ് ശരിക്കും കാണിക്കേണ്ടത് നിങ്ങളെ. അടിപൊളിയാണ്, എല്ലാം കാണിക്കണം. പക്ഷേ ഫസ്റ്റ് AC ഒന്നുകൂടെ സൂപ്പറാണ്. ഈ വണ്ടി നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ A4. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ, A4. പൊളി. ഇതാണ് 2nd AC. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ലംഡിംഗ് ഡിവിഷനിലെ കാമാക്കിയ കോച്ചിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണിത് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ആകെയുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ഒരെണ്ണേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് AC. നോക്കിയേ, ഭയങ്കര ക്ലിയർ ഗ്ലാസ് കേട്ടോ. എല്ലാ ദിവസവും കഴുകുമായിരിക്കും. കാരണം ഇത് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ വരുന്നൊരു വണ്ടിയാണ്. വന്ദേ ഭാരതിനെക്കാട്ടും പൈസയാണ് വന്ദേ ഭാരത് സ്ലീപ്പറിന്. ഒന്ന് ആലോചിക്കേ, നല്ല പൈസയാണ്. പൈസ എത്ര ഞാൻ പറയാം. ഇതിൻ്റെ ഒരുപാട് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. മംഗലാപുരം തിരുവനന്തപുരം ഓടും, ബാംഗ്ലൂർ തിരുവനന്തപുരം ഓടും, മുംബൈ ഡൽഹി ഓടും എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കൊടുത്തത് കാമാക്കിയ ഹാവടയാണ് കേട്ടോ. പറഞ്ഞ റൂട്ടൊന്നും വന്നില്ല സാധനം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ എത്തിയിട്ടുണ്ട്. B2 പിന്നെ B1. ഈ മുന്നിലും ബാക്കിലും ക്യാബിൻ പോർഷൻ 3rd AC ആണ് കേട്ടോ. അവിടെ പക്ഷേ കുറച്ച് സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. B1 ഈ B1ൻ്റെ ബാക്കി ഭാഗം ഇവിടെ ക്യാബിനാണ്. ലോക്കോ പൈലറ്റിനാണ്ടോ, നൈസ്. കുറേ പേരുണ്ടല്ലോ ഇതിനകത്ത്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടോ, എന്തോ ലുക്കല്ലേ, കിഡിൻ്റെ നല്ല പ്രീമിയം ലുക്ക് കണ്ടോ. നമ്മൾ സാധാരണ വന്ദേ ഭാരതിനെ കാണുന്ന പോലത്തെ ഫ്രണ്ട് പോർഷൻ അല്ലേ, ഇതിങ്ങനെ ഒരു കൂർത്തിരിക്കുന്ന ടൈപ്പ് ഒരു ഡിസൈനാണ് കേട്ടോ. നല്ല ഡിസൈനാണ് ഫ്രണ്ടിൽ തോന്നിക്ക്. ഇത് എല്ലാ ദിവസവും ഇവർ കഴുകുന്നുണ്ട്, കണ്ടറിയാം. കാരണം ഭയങ്കര ഷൈനിങ് ആണ് സാധനം. വന്ദേ ഭാരതിന് അതേ ആ ഒരു പെയിൻറ്റ് സ്കീം തന്നെയാണ് കേട്ടോ ഇതിനും. ഞാൻ ഇവിടെ നിന്ന് കുറേ ചറപറ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ വണ്ടി ഇപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് നേരെ പോയി കോച്ച് കാണിക്കാം. ആദ്യം നിങ്ങൾ 3rd AC കാണിക്കാം കേട്ടോ. എനിക്കിതിൻ്റെ ഫ്രണ്ട് സൈഡ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മുടെ സാധാരണ ടൈപ്പ് വന്ദേ ഭാരത് പോലെയല്ല. ഫ്രണ്ട് നല്ലൊരു പ്രീമിയം ലുക്കാണ് കേട്ടോ. നമ്മുടെ ഈ വന്ദേ ഭാരത് റേക്ക് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്
ലിമിറ്റഡ് ഉണ്ടല്ലോ, BML, അവരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഡിസൈൻ ചെയ്ത് കൊടുത്തത് നമ്മുടെ ICF തന്നെയാണ്. ഐഫോണിനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ ചൈന, അതേപോലത്തെ സംഭവം. അപ്പോൾ ഞാൻ ഇതിൻ്റെ AC3 ടയർ ആദ്യം നിങ്ങളെ കാണിക്കാം. വാ, കയറി വരുമ്പോൾ തന്നെ എന്തുവാടേ ഇത്, എൻ്റെ മോനെ കിടിലം. ഇതൊക്കെ വാഷ് ബേസിനൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു, നോക്കി, അടിപൊളി, നല്ല ക്ലീനാണ്, നല്ല ക്ലീൻ വിൻഡോയും. കയറി വരുമ്പോൾ തന്നെ ഇവിടെ വാഷ്റൂമാണ് കാണുന്നത്. വെസ്റ്റേൺ സ്റ്റൈലും ഇന്ത്യൻ സ്റ്റൈലും രണ്ടും ഉണ്ട് കേട്ടോ. രണ്ടിനകത്തും ആൾക്കാർ ആദ്യം കയറി ഇരിപ്പുണ്ട്. ഇത് അകത്ത് കയറുമ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് AC കേട്ടോ, കാണിച്ചുതരാം. ഇതാണ് AC3 ടയർ, തേർഡ് AC. ഓ, ഇത് രക്ഷയില്ല കേട്ടോ മോനെ, കിടിലം. ഇതിൻ്റെ ഗ്ലാസ്സൊക്കെ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ്, ഗ്ലാസ്, പിന്നെ ലൈറ്റിൻ്റെ കൺട്രോളൊക്കെ ഇവിടാണ്. പിന്നെ ഇവിടെ കണ്ടോ, അതായത് ചാർജിങ് പോയിൻ്റ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുണ്ട്, താഴെയുണ്ട്. മിഡിൽ ബെർത്തിലുള്ളവർക്കും ലോവർ ബെർത്തിലുള്ളവർക്കും പിന്നെ അപ്പർ ബെർത്തിലുള്ളവർക്കും സെപ്പറേറ്റ് ആട്ടോ. അവർക്കെല്ലാവർക്കും സെപ്പറേറ്റ് ഇതേപോലെ റീഡിംഗ് ലാമ്പും ഉണ്ട്. ഇത് കണ്ടോ, ഇത് റീഡിംഗ് ലാമ്പ്. ഇത് 3 പിൻ സോക്കറ്റിൻ്റെ ഇതാണ്, സ്വിച്ചാണ്. മൊബൈൽ ചാർജിങ്ങിന് വേണ്ടി USB-C ഉണ്ട്, നോർമൽ USB ഉണ്ട്, മറ്റേ അല്ലാതെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് കേട്ടോ, എന്തെങ്കിലും വിളിച്ച്. പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇതേപോലെ തന്നെ 3 അടുത്തും ഉണ്ട്, ലോവറിലും മിഡിലും അപ്പറിലും ഉണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഇവിടെ ടേബിളുണ്ട്, കുപ്പി വയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അമൃത ഭാരതിനെ പോലെ സെയിം ആ ഒരു കളറാണ് ബർത്തിന് കേട്ടോ, ഒരു യെല്ലോയും ഗ്രേയും കൂടെ ചേർന്നിട്ട്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നോക്ക്, ഇതാണ് തേർഡ് AC. നോക്ക്, പക്ഷേ ഭയങ്കര സ്പേസ് കൺജഷൻ ഉണ്ട്, അതാണ് ഒരു പ്രശ്നം കേട്ടോ. ഇതാണ് സൈഡ് അപ്പർ ബർത്ത്. നോക്കി, സൈഡ് അപ്പർ ബർത്ത് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇവിടെ കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ് സൈഡ് അപ്പർ കേട്ടോ. എല്ലായിടത്തും ചാർജിങ് പോയിന്റ് സംഭവങ്ങളുണ്ട്, അതിൻ്റെ ഒരു പന്നു വരും നമുക്ക് കൂടിയല്ലേ. സൈഡ് ലോറാണ്. ഇതാണ് ഇതിൻ്റെ ലൈറ്റ് കണ്ടോ, നല്ല അടിപൊളി ഡിസൈനല്ല ലൈറ്റിന്, നോക്കി, അടിപൊളി. ഇവിടെ 2 ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ്. ആ ലൈറ്റിൻ്റെ ഡിസൈൻ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. LED ആണ്. കോച്ചിനകത്ത് വരെ CCTV വെച്ചിട്ടുണ്ട് കണ്ടോ. നമുക്ക് കോച്ചിന് പുറത്തുമുണ്ട്, കോച്ചിനകത്തും ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തേർഡ് AC-യിലെ വാഷ്റൂമാണ്. ഇത് എന്തുവാണ് ഇത്, ഒരു രക്ഷയില്ല, പ്രീമിയം സാധനം കേട്ടോ. നല്ല വാഷ് ബേസിനും പിന്നെ ആ ഒരു ക്ലോസറ്റും നല്ല നീറ്റാണ് കേട്ടോ. നമുക്ക് ഇത് മറ്റേ വന്ദേ ഭാരതിനെ പോലെ ആ സെയിം മറ്റേ പ്രഷറൈസ് സംഭവമാണ്, ഇങ്ങനെ വലിച്ചെടുക്കുന്നത്, സക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ഉണ്ട്, പിന്നെ ഇവിടെ ഹാൻഡ് ഡ്രയർ ഉണ്ട്. വേസ്റ്റ് പിന്നെ ഇവിടാണ് ഉള്ള, നൈസ് കേട്ടോ. വെസ്റ്റേൺ സ്റ്റൈൽ തന്നെ 2 എണ്ണം ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ തന്നെ. നമുക്ക് ഇവിടെ ഉള്ള 2 വെസ്റ്റേൺ സ്റ്റൈൽ, അതുകൊണ്ട് ഇതും 2 വെസ്റ്റേൺ സ്റ്റൈലാണ് കേട്ടോ. ഈ ലോക്കോ പൈലറ്റിൻ്റെ ക്യാബിനുള്ള സ്ഥലത്ത് ഈ തേർഡ് AC-യിൽ 28 പേർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ കേട്ടോ, 28 പേര്. പക്ഷേ ഈ അപ്പുറത്തെ തേർഡ് AC-യിൽ 67 പേർക്ക് കിടക്കാം കേട്ടോ, 67 കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടത് തേർഡ് AC ആണ് കേട്ടോ. ഇനിയിപ്പോൾ തേർഡ് AC കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സെക്കൻഡ് AC പോയി നോക്കാം. സെക്കൻഡ് ACക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് AC ആണെങ്കിൽ ഫസ്റ്റ് AC കാണിക്കാം, സെക്കൻഡ് AC കാണിക്കാം കേട്ടോ. സെക്കൻഡ് AC കയറുമ്പോൾ തന്നെ ഇത് മറ്റേ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന മറ്റേ ഇതാണ് കേട്ടോ, മറ്റേ ആ ഉന്തുവണ്ടിയാണ്. വാഷ്റൂം ഒക്കെ സെയിം ആയിരിക്കണം. വാഷ്റൂം സെയിം കേട്ടോ, വാഷ്റൂം എല്ലാം സെയിം തന്നെയാണ്. നല്ല മണം കേട്ടോ ഇതിനകത്ത് കയറുമ്പോൾ. അപ്പോൾ ഇതാണ് സെക്കൻഡ് AC കേട്ടോ. സെക്കൻഡ് AC-യിൽ ഇവർ സംഭവം ഇത് കണ്ടോ, കർട്ടൻ, ഒറ്റ കർട്ടനാണ് കേട്ടോ. അതാണ് ഇതിലൊരു പോരായ്മ എന്ന് പറയുന്നത്, അത് വിശദമായിട്ട് പറയാം കേട്ടോ. ആൾക്കാരും ഇല്ലാത്തൊരു ഭാഗം കിട്ടി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് AC. സെക്കൻഡ് AC-യുടെ അപ്പർ ബർത്താണ് കാണുന്നത്. നല്ല വീതി നോക്കി, എന്തോ വീതി ഒന്നുണ്ടോ, വീട്ടിൽ തീമേ ഭയങ്കര വീതി. ഫസ്റ്റ് AC LHP-യിലെ ഫസ്റ്റ് AC-യിൽ അതേ വീതി കേട്ടോ. ഇത് കണ്ടോ, ഇത് ബ്ലാങ്കറ്റാണ്. ഇന്ന് നോക്കി, നൈസ് സാധനം കണ്ടോ, ബ്ലാങ്കറ്റ്. പിന്നെ മറ്റേ ബെഡ്ഷീറ്റൊന്നും അവർ തന്നിട്ടൊന്നുമില്ല, അത് തരും, അവർ വണ്ടി ഇടുമ്പോൾ തരും. ഇതാണ് അപ്പർ ബർത്ത്. ലോവർ ബർത്താണ് ഈ കാണുന്നത്. ഈ ബർത്ത് ഇങ്ങനെ നീട്ടിയിട്ടാൽ ലോവർ ബർത്തായി. നോക്ക്, സെറ്റല്ലേ, അടിപൊളി. സൂപ്പർ സാധനം കേട്ടോ. നല്ല ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കംഫോർട്ടാണ്. ഈ സൈഡ് അപ്പർ ബർത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ആ ലാഡർ ഉണ്ടോ, നൈസ് ഡിസൈനാണോ. നമുക്ക് എളുപ്പത്തിന് കയറാൻ പറ്റും. മറ്റേ സാധാരണ LHP-യെ പോലൊന്നുമല്ല, നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും സൈഡ് അപ്പറിനും സൈഡ് ലോവറിനും കൂടെ ഒറ്റ കർട്ടൻ. ഇതുകൊണ്ടോ, സിംഗിൾ കർട്ടൻ അവർ കൊടുത്തിരിക്കുന്നത്. അതിന് എൻ്റെ ബെർത്തിന് അവിടെ വെച്ച് കാണിച്ചു തരാം. കൊണ്ട് ഒറ്റ കർട്ടനാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ബെർത്തുകൾ നോക്കിയിട്ട് സൈഡ് ലോവറിനാണ് തോന്നുന്നു കുറച്ചെങ്കിലും വീതി കുറവുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ഈ സെക്കൻഡ് AC-യിലെ അപ്പർ ബെർത്തിന് ഒടുക്കത്തെ വീതി കേട്ടോ. നോക്ക്, എന്തോ വീതിയെന്ന് കണ്ടോ, കിടിലം അല്ലേ. സെക്കൻഡ് AC-യിൽ ഇതേപോലെ തന്നെ CCTV എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലായിടത്തും ചാർജിങ് പോയിന്റ് ഉണ്ട്. ഇതാണ് ചാർജിങ് പോയിന്റ്, നേരത്തെ നമ്മൾ കാണിച്ചില്ല, അതേപോലത്തെ സെയിം. പിന്നെ വലിയ ഉപകാരം, സാധാരണ ഈ ഭാഗത്ത് ലൈറ്റ് ഇവർ സ്വിച്ച് കൊടുക്കുന്ന LHP-യിലൊക്കെ അതുകൊണ്ട് ഇവിടാണ്. പക്ഷേ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നന്നായി. കാരണം അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെ വെറുതെ ശല്യപ്പെടുത്തേണ്ടി വരും, ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇവിടെ കൊടുത്താൽ നന്നായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യണ്ടോ, അടിപൊളി. ഇവരെ ഇപ്പോൾ പില്ലോ കൊണ്ടുവച്ച്, ഈ പില്ലോ കണ്ടോ, നോക്ക്, എന്തോ കിടിലും പില്ലോ നോക്കി.
വാ സെറ്റ് സാധനം കേട്ടോ, നല്ല പില്ലോ ആണ് ഇത്. കൈ പിടിക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. വാ കിടിലം പില്ലോ, കിടിലം ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റിന് കൊണ്ടുവരും. ഇവർ ഈ ഫുഡ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ കേട്ടോ, പാൻട്രി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ചൂടാക്കുന്നതും പിന്നെ കൂളറും എല്ലാം കണ്ട് ഇവിടെ ഇരിക്കുന്നത്. അവർ ഫുഡ് ഏതാണ്ട് ഇവിടെ നിന്ന് ലോഡ് ചെയ്യുന്നതാണ്. അവർ ലോഡ് ചെയ്തിട്ട് അവരെ ചൂടാക്കാൻ വേണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ചൂടാക്കി നമുക്ക് കൊണ്ട് തരും. പിന്നെ ഇവിടെ കോച്ചിന് അവിടെ തന്നെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബർത്ത് ഉണ്ട്. ഇത് നമ്മുടെ അറ്റൻഡറിന് കിടക്കാനുള്ള ബർത്താണ്. നോക്കിയേ, സാധാരണ ട്രെയിനുകളിലൊക്കെ അറ്റൻഡറിന് കിടക്കുന്ന ബർത്ത് കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല. ഇത് എന്തായാലും അവർക്ക് എന്തായാലും ഇത് ചെയ്ത് കൊടുത്തതിന് നല്ല കാര്യം കേട്ടോ. നല്ല വലിയ ബർത്താണ്. നോക്കി അടിപൊളിയല്ലേ. മെല്ലിന ആൾക്കാർക്കാണ് രണ്ടുപേർക്ക് കിടക്കുക. ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റൈല് വാഷ്റൂം കാണിച്ചില്ലായിരുന്നല്ലോ, കാണിക്കാൻ. ഇതാണ് ഇന്ത്യൻ സ്റ്റൈൽ ഉണ്ടോ, ഇന്ത്യൻ സ്റ്റൈൽ വാഷ്റൂം. A1 കോച്ച് കഴിഞ്ഞാൽ പിന്നെ 3rd AC വരുന്നത്, A1 B5, പിന്നെ ഇടയ്ക്ക് ഫസ്റ്റ് AC, ഇടയ്ക്ക് സെക്കൻഡ് AC, അങ്ങനെ മിക്സ് ആയിട്ടാണ് ഈ റേക്കുള്ളത്. ഇതാണ് ഫസ്റ്റ് AC കോച്ച്. ആൾക്കാരില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുക, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് അവരുടെ പ്രൈവസി കൊടുക്കണ്ടേ. ഫസ്റ്റ് AC ആണ് ഇത് കേട്ടോ, ഫസ്റ്റ് AC H1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് AC. നോക്കി കിടിലം, എല്ലാത്തിനും ആൾക്കാരുണ്ടല്ലേ കാണിക്കാൻ. ഇവിടെ ആളില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആളില്ലെങ്കിൽ അവിടെ ആളുണ്ട്. കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഓ കിടിലം കേട്ടോ. ഇവിടെ ആരുമില്ല. ഇത് കൊള്ളാം കേട്ടോ, നൈസ്. വാ ഇതാണ് ഫസ്റ്റ് AC. ഇത് പക്ക ഒരു മുറിയുടെ അത്ര വലിപ്പമുണ്ട്. നോക്കി എന്തോ വലിപ്പമൊന്നുണ്ടോ, ഭയങ്കര വലിപ്പമാണ്. സാധാരണ LSP-യുടെ ഭയങ്കര വലിപ്പമുണ്ട് ഇതിന്. ഓ കിടിലം കേട്ടോ. ഇത് പക്ക ഈ ക്യാപ്സ്യൂളിനകത്ത് ഇരിക്കത്തില്ല, അതേപോലത്തെ ഒരു ഫീൽ കേട്ടോ. ഓ കിടിലം കിടിലം. ഫസ്റ്റ് AC-യിലെ കൂപ്പ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ കൊൽക്കട്ട എത്തിയിട്ട് കാണിക്കാം. കാരണം അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ക്യാബിനിൽ വേക്കൻ്റ് ആണ്, അതുകൊണ്ടാണ് കാണിച്ചത്. ഫസ്റ്റ് AC-യിൽ ആകെ 5 ക്യാബിന് ഒരു കൂപ്പേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഒറ്റ കൂപ്പേ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്യാബിനാണ് കേട്ടോ. സാധാരണ ഇതിൽ നമുക്ക് ഈക്വലായിട്ടാണ് വരുന്നത്. LSP-യിലൊക്കെ പകുതി ക്യാബിനും പകുതി കൂപ്പയാണ്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല കേട്ടോ. ഇതിൽ 5 ക്യാബിനും ഒരു കൂപ്പയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് AC ഞാൻ വിശദമായിട്ട് ഇവിടെ കൊൽക്കട്ട എത്തിയിട്ട് അടിക്കാം. കാരണം അതിൻ്റെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ കാണിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ. ആക്ച്വലി ഈ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ റേക്ക് ഇവർ നോർത്തേൺ റെയിൽവേക്ക് അലോട്ട് ചെയ്തതാണ്. അതാണ് NR ഒന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് ഇവിടെ NFR കൊടുത്താണ്. നമ്മുടെ കോച്ച് എവിടെയാണ്? A4 ആണ്. ഇത് A3, ഇതിനപ്പുറത്താണ് തോന്നുന്നു A4. അപ്പോൾ ദിസ് ഈസ് അവർ കോച്ച്, നമ്മുടെ A4 AC 2 ടയർ ആണിത്. സെയിം നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ആണ്. ഇതാണ് നമ്മുടെ കൊച്ച്. ഇവിടെ 41 സൈഡ് ലോറാണ് എൻ്റെ ബർത്ത് കേട്ടോ. നമുക്കൊരു കൺജസ്റ്റഡ് ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. അത് സാധനം ചെറുതല്ലേ, പക്ഷേ സംഭവം കിട്ടില്ല കേട്ടോ. ഇവിടെയാണ് എൻ്റെ ബർത്ത്, ഈ രണ്ടാമത്തെ ഇവിടെ. ഇപ്പം ഇതാണ് നമ്മുടെ ബർത്ത് സൈഡ് ലോവർ 41. നോക്കി ഇവിടെ ഇത്രയും ഭാഗം ഭയങ്കര പ്രൈവസിയാണ്. ഇവിടെ ഇത്രയും ഭാഗം കവേർഡാണ്. നോക്ക് സെറ്റ്. നമുക്ക് പില്ലോ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് പോലെ എനിക്കൊന്ന് ബർത്ത് നീട്ടി ഇടുമ്പോൾ ഹുക്ക് ചെയ്യാൻ വേണ്ടി എന്തോ സംഭവം തോന്നുന്നു. പിന്നെ ഹാമർ വെച്ചിട്ടുണ്ട് ഇവിടെ, എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നാൽ പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലൈൻഡ്സ് ഉണ്ട് കേട്ടോ, പൊളിയല്ലേ, ഒരു ബ്ലൈൻഡ്സ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് വേണ്ട, ബെഡ്ഷീറ്റ് തുറന്ന് കാണിക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തുറന്ന് കാണിക്കാം. ലംഡിങ് ഡിവിഷൻ്റെ, പിന്നെ ബ്ലാങ്കറ്റ്, പില്ലോ നേരത്തെ കാണിച്ചായിരുന്നു. ചാർജിങ് പോയിൻ്റ് ഉണ്ടോ, അടിപൊളിയല്ലേ. ഇവിടെ തന്നെ സെപ്പറേറ്റ് AC വെൻ്റുണ്ട് കേട്ടോ, നോക്കണ്ട. സെപ്പറേറ്റ് AC വെൻ്റുണ്ട് സൈഡ് ലോറിൻ്റെ അവിടെ, സൈഡ് അപ്പറിൻ്റെ അവിടെ. ഇതിലാകെ ഒരു പോരായ്മയുടെ എനിക്ക് തോന്നിയതുകൊണ്ട് ഇതേപോലെ ഈ കർട്ടൻ ഒറ്റ കർട്ടൻ ആക്കിയതാണോ കണ്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇവരെങ്ങനെ ചെയ്തത്. നമുക്ക് ഒറ്റ കർട്ടൻ ആക്കിയാണ്. 2 കർട്ടൻ അവർക്ക് വെക്കാൻ പറ്റാത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് നമുക്കറിയത്തില്ല. സൈഡിൽ പറഞ്ഞ സൈഡ് അപ്പറിനും കൂടെ ഒറ്റ കർട്ടൻ. അവിടെ പിന്നെ ഓൾറെഡി ഒറ്റ കർട്ടൻ ആണല്ലോ, ഇവിടെ ഒറ്റ കർട്ടനേ ഉള്ളൂ. നമ്മുടെ വന്ദേ ഭാരതി കാണിക്കുന്ന പോലെ തന്നെ എല്ലാ കോച്ചിലും ഇതേപോലെ ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് കേട്ടോ. സ്പീഡും പിന്നെ ഡെസ്റ്റിനേഷനും അടുത്ത സ്റ്റോപ്പ് ഏതാന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഡോറെല്ലാം ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. നമ്മൾ ഈ വലിച്ച് തുറക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഓട്ടോമാറ്റിക് ഡോറാണ്. ഇവിടെ ഈ അറ്റൻഡൻറ്റ് കിടക്കുന്ന അവിടെ തന്നെ താഴെയായിട്ട് ലിനൻ സ്റ്റോറേജിന് സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിന് ഒരെണ്ണമല്ല, 1, 2, 3, 4 വലിയ കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലെ. ഇത് എന്തായാലും കിഡിലെ ഒരു സംഭവം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റയാണ്. നിങ്ങൾ എത്രയും വേഗം ഇതിൽ വന്ന് കയറുക, മാറി നിൽക്കുന്നില്ല, വേറെ ലെവലായിട്ട്. നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, ബെഡ്ഷീറ്റ് അത് നോക്കി കിടുക്കായിട്ട് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റ്, ഇന്ത്യൻ റെയിൽവേസ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഇത് പില്ലോ കവറാണ് കേട്ടോ, പില്ലോ കവറ്. പിന്നെ നല്ല അടിപൊളി ടവല്, പിന്നെ ഒരു നോർമൽ ഒരു വെള്ള ഷീറ്റും ഉണ്ട് കേട്ടോ. എന്തായാലും പൊളിച്ചു കേട്ടോ സംഭവം. നമ്മുടെ സ്ലീപ്പർ വന്ദേ ഭാരത് അങ്ങനെ കാമാക്കിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഒന്നും കാണത്തില്ല പുറത്തെ കേട്ടോ, ഇരുട്ടല്ലേ, എന്തോ കാണാനാ. കറക്റ്റ് ടൈമിന് എടുത്തിരിക്കുകയാണ്. ഇതിന് കുറേ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റോപ്പും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വഴിയെ പറയാം. നമുക്ക് അവർ വെള്ളം തന്നിട്ടുണ്ട്, വെള്ളം എല്ലാ പ്രീമിയം വണ്ടിയിൽ വെള്ളം കിട്ടും.
ഇനി ഫുഡ് കുറച്ച് കഴിയുമ്പോൾ തരും. ഇതിൻ്റെ ഫുഡ് എടുത്തിരിക്കുന്നത് മേഫെയർ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കമ്പനിയാണ്. അവരാണ് ഇതിൻ്റെ ഫുഡ് കൊടുക്കുന്നതിനാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫുഡിനെ പറ്റി നെഗറ്റീവ് പോസിറ്റീവ് വരുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫുഡ് എങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇതിലാദ്യം ഞാൻ ബുക്ക് ചെയ്ത ടൈമിന് ഇതിൽ വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോൺ വെജ് ഇല്ലായിരുന്നു. പിന്നെ ഒരുപാട് കംപ്ലയിൻറ്റ് വന്നേ പിന്നെ വെജ് നോൺ വെജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. പക്ഷേ ഫുഡില്ലാതെ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഫുഡ് കമ്പൽസറി ആണ്. അത് അവർക്ക് ശരിക്കും ഒരു നോ ഫുഡ് ഓപ്ഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ. എന്താ അങ്ങനെ കൊടുത്തതെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ വെജ് അല്ല നോൺ വെജ് സെലക്ട് ചെയ്യണം. നേരത്തെ വെജ് മാത്രമേ ഇൻ ഡിഫോൾട്ട് വെജ് മാത്രമേ വരത്തുള്ളൂ ബുക്ക് ചെയ്യുന്നത്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഫുഡിനെ പറ്റി പല നെഗറ്റീവ് ഇതേപോലെ എക്സിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ കുറേ വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫുഡെന്ന്. മേഫെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ ഇത് ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന. IRCTC അല്ല കേട്ടോ, വേറെ പ്രൈവറ്റാണ്. ഇതിൽ ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ആൾക്കാരും പ്രൈവറ്റാണ്, ഫുള്ള് പ്രൈവറ്റാണ് കൊടുത്തിരിക്കുന്നത്. പില്ലോ കവർ ആക്ച്വലി വേറെ അവർ തന്നു കേട്ടോ, നേരത്തെ കാണിച്ച വെള്ളയല്ല, വേറെ ഒരു സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. നല്ല കിഡിലെ സർവീസാണ്. ചോദിക്കുക നമ്മുടെ എന്ത് ഫുഡാണ് വേണ്ടത്, വെജാണോ നോൺ വെജാണോ, എവിടെ വരുന്നുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞ് നല്ല വിളിയാണ്. ഇത്ര പൈസ കൊടുത്ത് പോകുന്നതല്ലേ, ഇല്ല അതേപോലെ അവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. എന്തൊക്കെയോ അനൗൺസ്മെന്റ് ഉണ്ടോ, ഇതുണ്ടോ മറ്റേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് അനൗൺസ്മെന്റ് ആയിട്ട്. നമ്മൾ സാധാരണ AC കയറുമ്പോൾ നോർമലി വൈറ്റ് ലൈറ്റും കാണും, ഒരു ബ്ലൂ ലൈറ്റും കാണും. പക്ഷേ ഇവരൊരു വാം ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി നല്ല ആംബിയൻസാണ് വാം ലൈറ്റ് ഇട്ടോ. നമുക്ക് കിടിലല്ലേ. അതിവിടെ ഉണ്ട്, ഇവിടെ മുകളിലും ഉണ്ട്, ഇവിടെ ഉണ്ട് സാധനം. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ സഞ്ചരിക്കുന്നത് 968 കിലോമീറ്ററാണ്. 968 കിലോമീറ്റർ 14 മണിക്കൂർ എടുത്തിട്ടാണ് ഈ വണ്ടി സഞ്ചരിക്കുന്നത്. 13 സ്റ്റോപ്പ് ഉണ്ട് അതിന്. ആകെ ആവറേജ് സ്പീഡ് 69 km/h ഉള്ളൂ. സ്റ്റോപ്പ് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത്ര സ്റ്റോപ്പിന് ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് നല്ല പ്രീമിയം വണ്ടിയാണ്. ഇത് അത്ര ഹൈ സ്പീഡ് സെക്ഷൻ അല്ല. കാരണം 110 ഉള്ളൂ മാക്സിമം സ്പീഡ്. 130 പോകുന്ന സെക്ഷനിലൊന്നും ഈ വണ്ടി പോകുന്നില്ല. വൈകിട്ട് 6:15 കാമാക്കി നിന്ന് പുറപ്പെട്ടിട്ട് അടുത്ത ദിവസം രാവിലെ 8:15 ഇത് അവിടെ എത്തുന്നത്. ഈ വണ്ടിയുടെ മിനിമം ചാർജ് തേർഡ് AC ഞാനിപ്പോൾ നോക്കി, ഇവിടെ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ വരെ പോകാൻ വേണ്ടിയിട്ട് അരമണിക്കൂറേ ഉള്ളൂ. 1010 രൂപയാണ് ഇതിൻ്റെ തേർഡ് AC. സെക്കൻഡ് AC ആണെങ്കിൽ 1305 രൂപ. ഫസ്റ്റ് AC ആണ് 1600 രൂപ. പോരെ, ഭയങ്കര എക്സ്പെൻസീവ് ആയത്. സെക്കൻഡ് AC ഫസ്റ്റ് AC തമ്മിൽ വലിയ റേറ്റ് ഡിഫറൻസ് വരുന്നില്ല. ഒരു 300, 400, 500 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് കാമാക്കിയിൽ നിന്ന് ഹാവട വരെ പോകാനായത് 3180 രൂപയാണ്. ഒന്ന് ആലോചിക്കുക, സെക്കൻഡ് AC ഒരു രാത്രി ദൂരമേ ഉള്ളൂ. ഇതല്ലേ. ഇതിൻ്റെ കറക്റ്റ് ഫെയർ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് എത്ര രൂപ എന്നൊക്കെ പറഞ്ഞ്. ഫുഡ് വിത്തൗട്ട് ഫുഡ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, വിത്ത് ഫുഡേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വിത്തൗട്ട് ഫുഡ് അവർ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം ഫുഡ് വേണ്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഈ വന്ദേ ഭാരത് സ്ലീപ്പർ ആഴ്ചയിൽ ഒരു ദിവസം ഇല്ല കേട്ടോ. അതായത് കാമാക്കിയിൽ നിന്ന് വിടുന്ന വണ്ടി ബുധനാഴ്ച ഇല്ല, ഹാവടയിൽ നിന്ന് വിടുന്ന വണ്ടി വ്യാഴാഴ്ചയും ഇല്ല. 2 വന്ദേ ഭാരത് സ്ലീപ്പർ റേക്ക് വെച്ചിട്ടാണ് ഇവർ ഈ സർവീസ് നടത്തുന്നത് കേട്ടോ. ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും മെയിൻ്റനൻസ് നടക്കുന്നത് ഇവിടെ കാമാക്കിയിലാണ്. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ആണ് അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡിസൈൻ, ഈ വന്ദേ ഭാരതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ICF ആണ്. പക്ഷേ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് BML ആണ്. ബാംഗ്ലൂരുള്ള BML ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവർ 2 കൊല്ലം മുമ്പേ ഇതിൻ്റെ പ്രോട്ടോടൈപ്പൊക്കെ ഇറക്കി, റേക്ക് ഇറക്കിയിട്ട് ഫുള്ള് ടെസ്റ്റിംഗ് ആയിരുന്നു. അതായത് 180 km/h ടെസ്റ്റിങ്, പിന്നെ ഫുൾ ലോഡ് വെച്ചിട്ട് ടെസ്റ്റിങ്, അങ്ങനെ പല റൂട്ടിൽ കൂടെ പല ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്പം സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിന് RAC ഇല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വന്ദേ ഭാരത് സ്ലീപ്പറിന് RAC ഇല്ല. ഇവർ സീറ്റ് ഓപ്പൺ ചെയ്താൽ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡിസബിലിറ്റി കോട്ട, ലേഡീസ് കോട്ട, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. RAC ഇല്ല, തത്കാലം ഇല്ല. ഈ 2 സംഭവം ഈ വന്ദേ ഭാരത് സ്ലീപ്പറിനില്ല. നമ്മുടെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്, സ്ലീപ്പർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യമായിട്ട് ഇനാഗുറേറ്റ് ചെയ്തത് ജാനുവരി 17-നാണ്. 17-ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ട് ജാനുവരി 22-ന് ഇതിൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സർവീസ് ആരംഭിച്ചു. സെക്കൻഡ് AC ബർത്ത് കപ്പാസിറ്റി ഉണ്ടോ 48 പേരാണ് കേട്ടോ. നമ്മൾ നേരത്തെ തേർഡ് AC കേട്ടോ 67 ആയിരുന്നു. ഇതിൽ സെക്കൻഡ് AC 48 ഉള്ളൂ. വണ്ടി എങ്ങാണ്ട് പിടിച്ചിട്ടേക്കോ കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. എന്തുവാണ് ഇത് സാധനമൊക്കെ പിടിച്ചിട്ടോ ഇല്ല. നമ്മൾ സാധാരണ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കാണുന്ന പോലെ തന്നെ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതേപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. ഇവിടാണ് വാഷ് ബേസിൻ, പിന്നെ അതിൻ്റെ താഴെ വേസ്റ്റ് ബിൻ. ഡോറിൻ്റെ ഇവിടെ ഇതേപോലെ തന്നെ ഡിസ്പ്ലേ കാണിക്കും കേട്ടോ. km/h, പിന്നെ ഏത് സ്റ്റേഷനാണ് അടുത്തതെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അത് ആ ഫ്ലിക്കർ ആവുന്ന എൻ്റെ ക്യാമറയുടെ വീഡിയോയുടെ ഫ്രെയിം റേറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ വന്ദേ ഭാരതിനെ പോലെ തന്നെ ഏകദേശം സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അകത്തത്തെ ഇത് മറ്റേ സിറ്റിംഗ് മാറ്റിയിട്ട് പുറത്തുള്ള തേർഡ് AC സെക്കൻഡ് AC ഒക്കെ ആക്കി, അത്രേ ഉള്ളൂ. ഇതിന് ഡ്രൈവിംഗ് കൺട്രോൾസ് ഒക്കെ എനിക്ക് തോന്നുന്നു സെയിം ആണെന്ന് തോന്നുന്നു. വണ്ടി കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ ജെറ്റ് പോലാണ് ഈ പോകുന്നത് കേട്ടോ. ശരിക്കും മനസ്സിലാവും നമുക്ക്. നമ്മൾ ഈ മെട്രോയിലൊക്കെ യാത്ര ചെയ്തില്ല, അതേപോലെ തന്നെ ഇങ്ങനെ പുറകിലോട്ടായി. എല്ലാ കോച്ചിലും വാഷ്റൂംസ് 2 സൈഡിലും ഉണ്ട്. 2 സൈഡിൽ, ഒരു സൈഡിൽ 2 വെസ്റ്റേൺ കാണും,
പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഇന്ത്യൻ മാത്രമേ കാണത്തുള്ളൂ. ഒരു ഇന്ത്യനേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇന്ത്യൻ യൂസ് ചെയ്യുന്ന കുറവല്ലേ, വെസ്റ്റേൺ അല്ലേ യൂസ് ചെയ്യുന്നത്. അതുമല്ല ഇത് പ്രീമിയം വണ്ടിയല്ലേ. അപ്പം ഒരു സൈഡിൽ 2 വെസ്റ്റേണും ഒരു സൈഡിൽ ഒരു ഇന്ത്യനും അത്രേ ഉള്ളൂ. ഇവർ വണ്ടി വിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ ചായ കോഫിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൈസ കൊടുക്കണം കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രാവിലെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നതിന് പൈസ കൊടുക്കണം കേട്ടോ. അവർ പറയുന്നുണ്ട് പൈസ തരണമെന്ന്. നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ അങ്ങനെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ രംഗിയ ജംഗ്ഷനിലായിട്ട് കയറുന്നു കേട്ടോ. വണ്ടി ഒരു 10 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ. എൻ്റെ വലിയ വിൻഡോ നോക്കി, എന്തോ വലിപ്പമെന്ന് പറയും വിൻഡോയ്ക്കൊക്കെ. പൊളി. ഇതിൽ കൂടുതൽ എൻഡ് ടു എൻഡ് യാത്രക്കാരാണുള്ളത് കേട്ടോ. കാമാക്കിയിൽ നിന്ന് ഹാവട വരെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടാകുന്നത്. പിന്നെ ബൊങ്കേഗാവെന്ന് കയറും, NJPന്ന് കയറും കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ NJPന്നൊക്കെ മാക്സിമം കയറത്തുള്ളൂ, പിന്നെ കയറത്തില്ല. ഈ സൈഡിലോരുള്ളവർക്ക് ഈ സെപ്പറേറ്റ് കർട്ടൻ ചിലപ്പം അടുത്ത മോഡലൊക്കെ വലിയ ഇറക്കുമായിരിക്കും. ഇതിപ്പം ആദ്യം ഇറക്കിയല്ല, അപ്പോൾ എന്തായാലും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ. ഇതിപ്പോൾ ഒറ്റ കർട്ടനാണ്. ശരിക്കും അതത്ര കുഴപ്പമായിട്ട് തോന്നുന്നില്ല, പക്ഷെ കർട്ടൻ്റെ ക്വാളിറ്റി അപാരം കേട്ടോ. നല്ല ക്ലോത്താണ്. ഇതിലൊക്കെ യാത്ര ചെയ്യാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. കാരണം പുറത്തിറങ്ങിയാൽ അപ്പോൾ വണ്ടി എടുത്തോണ്ട് പോകുമ്പോഴേക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് ന്യൂ ബൊങ്കേഗാവിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട് ന്യൂ ബൊങ്കേഗാവ്. നല്ല കംഫർട്ടാണ് കേട്ടോ, നല്ല അറിയുന്നില്ല. നമ്മൾ 110 കോൺസിനായിട്ട് പോവുകയാണ്. ഭയങ്കര കംഫർട്ടാണ്. കിടക്കാനാണെങ്കിലും ഒട്ടും കുലുക്കമില്ല, പുറത്തെ അങ്ങനെ ട്രാക്ക് സൗണ്ട് ഇല്ല, ഭയങ്കര സൗണ്ട് പ്രൂഫാണ്. അടിപൊളി കേട്ടോ, അപാര സംഭവം തന്നെ ഇത് ഇനി ഇറങ്ങണം. ഇത് മെയിനായിട്ട് വരേണ്ട റൂട്ടെന്ന് പറയുന്നത് മുംബൈ ഡൽഹി റൂട്ട്, പിന്നെ അങ്ങനെ ഡൽഹിയായിട്ട് കണക്ട് ചെയ്യുന്ന റൂട്ടുകളൊക്കെ അത്യാവശ്യം തിരക്കുള്ള റൂട്ടുകളിലൊക്കെ ഇട്ടാൽ അടിപൊളിയായിട്ട് കയറിപ്പോവും. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ബാംഗ്ലൂർക്ക് ഇട്ടാലും കയറിപ്പോവും. പക്ഷേ ബാംഗ്ലൂർക്ക് എനിക്ക് തോന്നുന്നില്ല നടക്കില്ല, അല്ലെങ്കിൽ നടക്കുമായിരിക്കും ഭാവിയിൽ എപ്പോഴേലും. എന്തായാലും ഇത് മൊത്തത്തിലൊരു ഫുൾ സ്ട്രെച്ചിൽ ഇന്ത്യയിലെ മൊത്തം ആവാൻ വേണ്ടി ഒരു 2 കൊല്ലം കൂടി എടുക്കും. കാരണം ഇത് ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ ഈ സാധനം. ഞാൻ ആദ്യം കരുതിയത് നമ്മൾ കൊടുക്കുന്ന പൈസ 3000 ചില്ലറയായി പൈസ. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ എക്സ്പെൻസീവ് അല്ല, നല്ല വർത്താണ്. കാരണം അത്രയും ആ പൈസക്കുള്ള ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഫെസിലിറ്റീസ്, കംഫർട്ടാണ് മെയിനായിട്ട്. കംഫർട്ട്, പ്രൈവസി, പിന്നെ സർവീസ് എല്ലാം മികച്ചതാണ് സംഭവം. ഇതിനകത്ത് സ്റ്റാഫിന് നമ്മളോടുള്ള പെരുമാറ്റം ഭയങ്കര, അത് സാധാരണ വണ്ടിയിൽ കാണുന്ന പോലെയല്ല. നല്ല സർവീസാണ്, നല്ല പെരുമാറ്റമാണ് എല്ലാവരും. തിരിച്ചുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ഉണ്ടല്ലോ, അതായത് ഹാവടയിൽ നിന്ന് കാമാക്കിക്കുള്ളത്, അത് വൈകിട്ട് 6:20 ഹാവടയിൽ നിന്ന് എടുക്കുന്നത്. എന്നിട്ട് രാവിലെ 8:20 ആകുമ്പോൾ കാമാക്കി എത്തും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ഡിന്നർ മാത്രമേ ഉള്ളൂ. ഡിന്നറും പിന്നെ രാവിലെ ചായയും കിട്ടും. രാത്രി 7:45 നമുക്ക് നമ്മുടെ ഡിന്നർ കിട്ടിയിരിക്കുകയാണ്. ഡിന്നർ നമ്മളോട് ചോദിക്കും വരും, എന്നിട്ട് വെജ് വേണം നോൺ വെജ് വേണം. ഞാൻ പറയുന്നത് ഈ വെജ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡിന്നർ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡിന്നർ ഇവിടെ വെച്ച് കഴിക്കാനൊരു സൗകര്യമില്ല, അതാണൊരു ഡ്രോബാക്ക്. ഇപ്പോൾ അപ്പർ ലോറിനോടൊക്കെ ആകുമ്പോൾ മറ്റേ ടേബിളുണ്ട്, പക്ഷേ സൈഡ് ലോർ നമുക്ക് ഈ ബർത്തിലിരുന്ന് കഴിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ മറ്റേ ആ ബെഡ്ഷീറ്റിനോട് കിട്ടിയ ആ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് കഴിക്കുന്നത്, വേറെ നിവൃത്തിയില്ല, ഇങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പം കാമാക്കിയെന്ന് വിടുന്നതുകൊണ്ട് അസമീസ് ടൈപ്പ് ഫുഡായിരിക്കും ഇവർ കൊടുക്കുന്നത്. ഹൗറയിൽ നിന്ന് തിരിച്ച് വരുമ്പോഴേക്കും കൊൽക്കത്ത സ്റ്റൈൽ, അതായത് ബംഗാൾ സ്റ്റൈൽ ഫുഡായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് എന്താണെന്ന് തുറന്ന് നോക്കാം ഫുഡ്. ഇതിൽ പാക്കിങ്ങിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ബംഗാൾ ആൻഡ് അസം എന്ന് പറഞ്ഞുകൊണ്ട്. മേഫെയർ ആണ് ഇതിൻ്റെ കാറ്ററിംഗ് എടുത്തിരിക്കുന്നത്. മേഫെയർ എന്നൊരു ഗ്രൂപ്പാണ്, ഒരു ഹോട്ടൽ ഗ്രൂപ്പാണ്. അപ്പോൾ അവരാണിത് എടുത്തിരിക്കുന്നത്. എനിക്ക് മിക്കവാറും താലി നോർത്ത് ഇന്ത്യൻ താലി തന്നെ ആയിരിക്കണം. മറ്റേ ചോറും കറിയും സബ്ജിയൊക്കെ. നമുക്ക് സ്പൂണ് സംഭവങ്ങളൊക്കെ അവർ സെപ്പറേറ്റ് ഒരു കവറിനകത്താക്കിയാണ് തന്നിരിക്കുന്നത്. കട്ട്ലറീസ് ഉണ്ടോ, മേഫെയർ സ്പ്രിംഗ് വാലി റിസോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പൈസ മേടിക്കുന്നില്ല, കുറച്ചെങ്കിലും നല്ലൊരു ഇതിനകത്തുകൊണ്ട് തരായിരുന്നില്ല. ഇത് ആ പഴയ ഇത് തന്നെയാണ് എപ്പോഴും. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സബ്ജിയുണ്ട്, പിന്നെ ഡാൽ കറിയുണ്ട്. ഇത് പനീർ കറിയാണ് കേട്ടോ, പനീർ ബട്ടർ മസാല അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ചോറുണ്ട്, ചോറിനകത്ത് കോണൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പുലാവ് അങ്ങനത്തെ എന്തോ സംഭവം തോന്നും. പിന്നെ ഒരു പൊറോട്ടയുണ്ട്. ഇത് പൊറോട്ട അടിച്ചിരിക്കും പറഞ്ഞാൽ ഇത് വീറ്റ് പൊറോട്ടയാണ് തോന്നുന്നു കണ്ടിട്ട്, അങ്ങനെയാണ് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ട് ഡെസേർട്ടായിട്ട്. ഇത്ര ഐറ്റംസാണുള്ളത്. നമുക്ക് ആദ്യം ഈ പൊറോട്ട കഴിച്ച് നോക്കാം. പൊറോട്ട ഇല്ല, ഇത് പൊറോട്ട. നമ്മളവിടുത്തെ പൊറോട്ട ഇല്ല, അത് തന്നെ ഗോതമ്പ് പൊറോട്ട സാധനം. അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. അതും പിന്നെ കറിയും. ഫുഡ് നല്ലതാണ്, പക്ഷേ പാക്കിങ് കുറച്ചുകൂടെ അവർക്ക് മെച്ചപ്പെടുത്താം. മീൻസ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പോകുന്നതല്ല. അപ്പം ഒന്നുകൂടെ പ്രീമിയം സ്റ്റൈൽ എന്തെങ്കിലും കുറച്ചുകൂടെ മറ്റേ പ്ലാസ്റ്റിക്കിന് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൈപ്പ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സെറാമിക് വേണ്ട, പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും കുറച്ചുകൂടെ പ്രീമിയം ലെവൽ അങ്ങനെ എന്തെങ്കിലും പാക്കിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫുഡ് നല്ലതാണ്. ഇനി ചോറും കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. ചോറ് കാട്ടി ഈ എല്ലാം കൂടെ കൂട്ടി കഴിച്ച് ഇങ്ങനെ ആക്കി കഴിക്കുമായിരുന്നു. നല്ലതാണ് ചോറ്, കുഴപ്പമൊന്നുമില്ല.
പനീർ കറി കൊള്ളാം കേട്ടോ. പനീർ കറിയും ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം കൊള്ളാം. ഫുഡ് നല്ലതാണ്. പക്ഷേ ഈ പാക്കിങ് കുറച്ചുകൂടെ ഒന്ന് പ്രീമിയം സെറ്റപ്പ് ആക്കണം. പ്രീമിയം വണ്ടിയല്ലേ. ഡെസേർട്ടായിട്ട് നമ്മുടെ സ്വന്തം ഗുലാബ് ജാമുനും ഉണ്ട്. ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് സാധനം. നിങ്ങൾ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല സോഫ്റ്റാണ്. ഭക്ഷണം കഴിച്ചതിന് ഉടനെ തന്നെ അവർ പ്ലേറ്റ് സംഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. അവരിവിടെ തന്നെ ഉണ്ടാവും, അതുകൊണ്ട് അത് സീനില്ല. ഫുഡ് നല്ലതായിരുന്നു. പക്ഷേ ആ പാക്കിങ് കുറച്ചുകൂടെ ഒന്ന് പ്രീമിയം ലെവലാക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഫുഡ് ഓക്കെയാണ്. ഇത് തുടങ്ങിയ ഇടയ്ക്ക് ഇതേപോലെ ഫുഡിൻ്റെ കുറച്ച് നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, എന്തോ ഇഷ്യൂ കാരണം. പിന്നെ അവർ റെഡിയാക്കിയതായിരിക്കണം. ഞാൻ പാക്കിങ്ങിൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പോകുന്നതാണ്. 3000 ചിലവാൻ്റെ രൂപ എടുത്ത് ഒരു രാത്രി പോകുന്നതാണ്, ഇൻക്ലൂഡിങ് ഫുഡിൻ്റെ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കുറച്ചുകൂടെ നല്ലൊരു സാധനം ഇവർ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫുഡ് നല്ലതാണ്, ഫുഡ് മോശമൊന്നുമില്ല. പാക്കിംഗ് ഒന്ന് സെറ്റാക്കിയാൽ മതി. സർവീസൊക്കെ നല്ല സർവീസാണ്. ഇവിടുത്തെ ഈ കാറ്ററിംഗ് സ്റ്റാഫാണെങ്കിലും നല്ല സർവീസാണ് അവർ. ഞാൻ ആക്ച്വലി നമ്മുടെ ബെർത്ത് വിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കട്ടി ബ്ലാങ്കറ്റ് എടുത്ത് ആദ്യം വിരിച്ചു. ഇത് ഞാൻ അങ്ങനെ പുറയ്ക്കാറില്ല, ഇത് വെച്ചാൽ ഭയങ്കരമായിട്ട് ചൂട് കൊടുക്കും. പിന്നെ ഈ വെള്ള ഷീറ്റ് നമുക്കെടുത്ത് വിരിക്കാം. ഈ ഷീറ്റ് എന്തെങ്കിലും കൊള്ളാൻ കേട്ടോ. ഇത് ഞാൻ പുറയ്ക്കാനെടുത്ത്, കാരണം നല്ല കട്ടിയുണ്ട് ഇതിന്. നല്ല ഷീറ്റാണ് നോക്കി. ഇതിന് ഒരു സൈഡ് ഇങ്ങനത്തെ പ്രിൻറ്റും മറ്റേ സൈഡ് ഇങ്ങനത്തെ പ്രിൻറ്റും കേട്ടോ. ഇതെന്തോ ഇതിന് പറയുക എന്താണെന്ന് അറിയത്തില്ല. കൊള്ളാം എന്നൊരു സംഭവം കേട്ടോ. നല്ല ക്വാളിറ്റി സാധനമാണ്. നമ്മളങ്ങനെ കണ്ട് ന്യൂ ബൊങ്കൈഗാവ് എന്നൊരു സ്റ്റേഷനിലെത്തി. കഴിഞ്ഞ ദിവസം വീട്ടിലൊക്കെ കാണിച്ചായിരുന്നു. എത്തുന്നവർ 5 മിനിറ്റ് ഡിലേ ഉള്ളൂ. എങ്ങും അതിൽ നിന്നൊരു എടുത്തില്ല കേട്ടോ. വന്ന ഉടനെ ആൾ കയറി ആ സെക്കൻഡ് വിടും കേട്ടോ. എൻ്റെ മുകളിലുള്ള ആൾ കാമാക്കിന്ന് കയറുന്നതാണ് ചാട്ടിലുള്ളത്. പക്ഷേ ആളിതിലും കയറിയിട്ടില്ല. മിക്കവാറും മിസ്സായത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തതായിരിക്കും. നമ്മളിപ്പോൾ ന്യൂ അലിപൂർ ദ്വാർ എത്തി കേട്ടോ. വണ്ടി ഓൺ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ്. പുറത്തല്ല കിടിലം തണുപ്പ് കേട്ടോ. ഈ പാസഞ്ചർ അനൗൺസ്മെൻറ്റ് സിസ്റ്റം രാത്രിയിൽ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കില്ല. കാരണം രാത്രിയിലൊക്കെ വിളിച്ചു പറയും ഉറക്കെ. ഇതുണ്ടോ, അതാണൊരു പ്രശ്നം. അറിയില്ലല്ലോ രാത്രി ടോയിലോ ഞാൻ പറയാം. എന്തായാലും ഇവർ മാക്സിമം ഒരു കംപ്ലൈൻറ്റും കൂടാതെ സർവീസ് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ് ആയാലും പറയണം, ഉടനെ അവിടെ ഓടിയെത്തും. കാറ്ററിങ്ങിന് ആളെ ആരാണേലും എന്താണ് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം പുതിയ സർവീസിലെ കംപ്ലൈൻറ്റ് ഇടാൻ പാടില്ലല്ലോ. ഈ ബെർത്ത് നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് ഇരിക്കാനും കിടക്കാനും ഒക്കെ. കിടക്കുമ്പോൾ ശരിക്കും നമ്മൾ സാധാരണ ബെർത്തിനെക്കാട്ടും നല്ല കംഫർട്ടാണ്. പക്ഷേ പുറത്തെ ലൈറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. ഇതത്ര ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നത് ഇപ്പോൾ കട്ടണമൊന്നുമല്ല, അതാണൊരു പ്രശ്നം. പക്ഷെ ബെർത്ത് നല്ല സുഖമുണ്ട്, എല്ലാം കംഫർട്ടുണ്ട്. ഈ ന്യൂ അലിപൂർ ദ്വാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേഷനാണ് ന്യൂ കോച്ച് ബിഹാർ കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ബ്രഹ്മപുത്ര മെയിൽ വരാനത്തെ കാണിച്ചായിരുന്നു. ഇവിടെ എല്ലാം ഇതിന് സ്റ്റോപ്പും ഉണ്ട്. എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണ്. ആണെല്ലാതും നിർത്തണം. ആളും കയറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. രാത്രി 10 മണി വരെ കയറുന്ന ആൾക്കാർക്ക് മാത്രമേ ഫുഡുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കയറുന്നവർക്ക് ഫുഡില്ല. ഫുഡ് ഇൻക്ലൂഡഡ് അല്ലാത്ത പൈസയാണുള്ളത്. അപ്പോൾ രാത്രി 10 മണിക്ക് മുന്നേ കയറുന്നവർക്ക് ഫുഡുണ്ട്, കമ്പൽസറി അത്. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞും. ആദ്യമായിട്ട് വന്ദേ ഭാരത് സ്ലീപ്പറിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നല്ല കംഫർട്ടാണ്. ഉറങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല സുഖമായിട്ട് ഉറങ്ങി. നല്ല സുഖമായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴുകി പോകുന്ന പോലെയായിരുന്നു. നമ്മളിപ്പോൾ ബംഗാളിലാണ്. എവിടെയോ എത്തി. അസീംഗഞ്ചിൽ നിന്ന സ്ഥലമൊക്കെ കഴിഞ്ഞു. എവിടെ നിന്നൊരു പിടുത്തമില്ല, നോക്കിയിട്ട് പറയാം. നമ്മളിപ്പോൾ കത്വാൻ എന്നൊരു സ്ഥലം എത്താറായിട്ടുണ്ട്. 10 മണി മുതൽ രാത്രി ഇപ്പോൾ അനൗൺസ്മെൻറ്റ് സിസ്റ്റം തുടങ്ങി. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഇവർ അനൗൺസ്മെൻറ്റ് സിസ്റ്റം ഓഫ് ചെയ്യും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതെന്തായാലും വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ രാത്രി അലച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഓഫായിരിക്കും. ബംഗാളിലെ പാടശേഖരങ്ങളാണെങ്കിൽ കാണുന്നത് കേട്ടോ. ഇങ്ങനെ മഞ്ഞൊക്കെ, ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു പുതപ്പ് പോലെ ഇങ്ങനെ ഉണ്ട്. അതിൽ മുകളിൽ കണ്ട ഈ സാധനം നല്ല കിടില സാധനം കേട്ടോ. നല്ല സാധനമാണ് ഇത് ശരിക്കും പുതപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നു. നല്ല കട്ടിയുണ്ട്, നല്ലൊരു ഷീറ്റാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്. ഇവർ ഈ വെള്ള കൊടുക്കുന്നതിന് പറയും ഇതേപോലെ എന്തെങ്കിലും കളറൊക്കെ കൊടുത്താൽ കുറച്ചെങ്കിലും നല്ലതായിരിക്കും അല്ലേ. എനിക്കൊന്ന് വേറെ ഏതോ വണ്ടിയിൽ ഇതേപോലെ കളറുള്ള ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ 2 മുഖങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. പഴയ ട്രെയിന്, ഇപ്പോഴത്തെ പുതിയ ട്രെയിൻ. എന്നേക്ക് എന്തല്ല വണ്ടിയുടെ ഒക്കെ പടുതി കണ്ടോ. കൊൽക്കട്ട ലോക്കൽ ട്രെയിനൊക്കെ കണ്ടു തുടങ്ങിയ കേട്ടോ. അതേ കിടക്കുന്നു കൊൽക്കട്ട ലോക്കൽ. നമ്മൾ ഈസ്റ്റേൺ റെയിൽവേയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഈസ്റ്റേൺ റെയിൽവേ ആണ്. നമ്മൾ NJP ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഈസ്റ്റേൺ റെയിൽവേ കയറി. ഇതിലാകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈ കട്ടറാണ്. അതായത് മുകളിലത്തെ ആൾ കട്ടൻ എടുക്കുക ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇവിടെ താഴെ ഇതാവും. കാരണം 2 ഒറ്റ കട്ടനല്ലേ. അതാണൊരു സീൻ. ഇവർക്ക് ശരിക്കും 2 കട്ടൻ വെക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ വെക്കുമായിരിക്കും അടുത്ത മോഡലൊക്കെ
പുതിയ ഇനി മോഡൽ ഇറക്കുമല്ലോ ഇങ്ങനെ. ഈ വന്ദേ ഭാരത് അതുപോലെ തന്നെ ആയിരുന്നല്ലോ. അതായത് ആദ്യം ഒരു മോഡൽ ഇറക്കി, പിന്നെ ഇതുപോലെ മോഡിഫിക്കേഷനൊക്കെ വരുത്തി അടുത്ത മോഡൽ ഇറക്കി. അപ്പം നെക്സ്റ്റ് മോഡലിലൊക്കെ ഇവർ മാറ്റുമായിരിക്കും ഇതൊക്കെ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ടോയ്ലറ്റ് മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാർ ഇതിൽ കയറരുത്. ഇപ്പോഴത്തെ ഈ ടോയ്ലറ്റിൻ്റെ അവസ്ഥകളുണ്ടോ, നല്ല ക്ലീനാണ് കേട്ടോ, ഒരു വൃത്തികേടോ ഒന്നുമില്ല. ടോയ്ലറ്റിൽ താഴെ വെള്ളം ഇടാതെ യൂസ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രമേ ഇതിൽ കയറാവൂ, അല്ലാതെ ഇതിൽ കയറാൻ പോകരുത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ഇതേപോലെ, ടോയ്ലറ്റ് മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാർ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പറിൽ കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അറിയാൻ പാടില്ലാത്ത പണി ചെയ്യരുത്. താഴെ വെള്ളം ഇടാതെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിൽ കയറാവൂ. കാരണം ഇത് അത്രയ്ക്ക് നീറ്റായിട്ടുള്ളൊരു ടോയ്ലറ്റാണ്. ഈ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ റേക്ക് വരുന്നത് 16 കോച്ചുള്ളൊരു ട്രെയിൻ സെറ്റ് റേക്കാണ് കേട്ടോ. 823 ആൾക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. 823 ആൾക്കാരാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രെയിൻ സെറ്റിൻ്റെ ഈ ഒരു കോച്ച് ഉണ്ടല്ലോ, ഇതിൻ്റെ കോച്ച് നല്ല ശരിക്കും പറയുന്നത് കാറിനാണ് കേട്ടോ. ഇതുണ്ടോ, കാർ നമ്പർ എന്നാണ് പറയുന്നത്, കാറിനാണ് ഈ ഒരു ഇതിനെ പറയുന്നത്. അതായത് 16 കാർ റേക്ക് എന്നതിന് പറയുന്നത്. 16 കാർ 8 കാർ കോച്ച് എന്ന് പറയുന്നതിന് പകരം ട്രെയിൻ സെറ്റിന് ഇതിനാണെങ്കിൽ കാർ എന്ന് പറയും. ഇതിൽ AC ഫസ്റ്റ് ക്ലാസ്സിൽ 24 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 4 AC 2 ടയർ കൂടെ കൂട്ടിയിട്ട് 188 പാസഞ്ചേഴ്സിന്. 3 ടയർ ആണ് കൂടുതലുള്ളത്. 611 യാത്രക്കാർക്ക് 3 ടയറിൽ യാത്ര ചെയ്യാം മൊത്തത്തിൽ. അങ്ങനെ മൊത്തത്തിൽ 823 ആൾക്കാരാണ് ഈ വണ്ടിയിൽ പോകുന്നത്. വണ്ടി ഫുള്ളാണ് കേട്ടോ, വേക്കൻ്റ് ഒന്നുമില്ല, ഫുള്ളാണ്. എല്ലാ ദിവസവും ഫുള്ളാണ്. അങ്ങനെ വേക്കൻ്റ് ആയിട്ട് കാലിയായിട്ട് ഓടുന്ന പരിപാടി ഇല്ല, കാരണം അത്രയ്ക്ക് ഡിമാൻഡാണ്. ഇവരിവിടെ രാവിലത്തെ ചായ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ, ചായയുടെ കൂടെ മഫിൻസ് ഉണ്ട്, പിന്നെ യൂണിബിക്കിൻ്റെ എന്തോ കുക്കീസ് ഉണ്ട്, പിന്നെ മറ്റേ ടീ പ്രീമിക്സ് ഉണ്ട്. ഇതൊക്കെയാണ് രാവിലെ മോർണിംഗ് ടീയുടെ കൂടെ ഉള്ള. ഈ ബംഗാളിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടെ പോകുന്നവരാ കേട്ടോ. ഫുള്ള് വാഴയും നോക്ക്, പക്ക കേരളത്തിൽ കൂടെ പോകുന്നവരുണ്ട് കേട്ടോ. വാഴയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് വാഴയുണ്ട്, തെങ്ങുണ്ട്, അടിപൊളി. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സർവീസാണ്. നല്ല സർവീസാണ്. സ്റ്റാഫാണെങ്കിലും നല്ല അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടതെന്ന്, എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയാം അവർക്ക്. നല്ല ട്രെയിൻഡ് സ്റ്റാഫാണ് ഇതിലുള്ളത്. ഇതുപോലെ എല്ലാ ട്രെയിനിലും അവർക്ക് കൊടുത്തായിരുന്നത് അല്ലേ, ഇതേപോലെ നല്ല സർവീസ് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ അവർക്ക് എങ്ങനെയാണ് ഫുഡ് സെർവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരോട് മിണ്ടേണ്ടതൊക്കെ കറക്റ്റ് അറിയാം. ഇതുപോലെ എല്ലാ ട്രെയിനിലും അവർക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പോൾ നബദ്വിത് ഡാം എന്നൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു മെയിൻ സ്റ്റേഷനാണ് ഇവിടുത്തെ. 18 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ ഓടുന്നത്. ഇതങ്ങനെ കഴിഞ്ഞ റണ്ണും അങ്ങനെ കുറേ റണ്ണ് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഓൺ ടൈം അല്ല, എല്ലായിടത്തും ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ആ ഡിലേ ഉണ്ട്. പക്ഷേ അവിടെ ഡെസ്റ്റിനേഷൻ അവിടെ നേരത്തെ എത്തും, അത് ഉറപ്പാണ്. നമുക്ക് രാവിലെ ന്യൂസ് പേപ്പർ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ അവർ ചോദിക്കും നമ്മളോട് എന്ത് ലാംഗ്വേജ് വേണം, ഇംഗ്ലീഷ് വേണോ, ബംഗ്ലാ വേണോ, ഹിന്ദി വേണം ചോദിക്കും. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞു. ഇതെന്തോ ടെലിഗ്രാഫിനുള്ള എന്തോ ഒരു പത്രം കേട്ടോ, കൊള്ളാമല്ലോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചായ കൊണ്ടുത്തരും. കഴിഞ്ഞ ദിവസം ഇതേപോലെ മറ്റേ മണിപ്പൂരിലെ മറ്റേ പ്രസിഡൻസ് റൂൾ എടുത്ത് കളഞ്ഞൊരിത് കണ്ടായിരുന്നു, ഇപ്പോൾ പത്രത്തിൽ കണ്ടായിരുന്നു. എന്തായാലും നന്നായി, കാരണം അവിടെ ട്രെയിനൊന്നും ഓടാണ്ടിരിക്കുമായിരുന്നു പ്രസിഡൻസ് റൂൾ കാരണം, പ്രശ്നം കാരണം. ഇനിയിപ്പോൾ അത് മാറ്റിക്കൊണ്ട് എന്തായാലും ട്രെയിൻ ഓടും, കാരണം അങ്ങോട്ടേക്കുള്ള ട്രെയിൻ സർവീസ് ലെവൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഓടുകയാണെങ്കിൽ നമുക്കൊന്ന് പോകണം മണിപ്പൂർ. നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടു തരുന്ന പോലെയാണ് കേട്ടോ ട്രെയിനിലും കൊണ്ടു തരുന്നത്. എനിക്ക് എയർ ഹോസ്റ്റസ് ഒക്കെ കൊണ്ടു തരത്തില്ല, അതേപോലെയാണ് നമുക്ക് ആ ഒരു ടേബിളിൽ അവർ കൊണ്ടു തരുന്നത് കേട്ടോ. നബദ്വിത് ഡാം എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഇതോ ഫോഗാന്ന് കൊണ്ടിട്ട് ഭയങ്കര മഞ്ഞുകൊണ്ടോ ഒന്നും കാണാൻ വയ്യ. ആ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും മഞ്ഞ് വരുന്നത്, എത്രയും നേരം ഒന്നും ഇല്ലായിരുന്നു. നമുക്കങ്ങനെ മോർണിംഗ് ടീ കൊണ്ട് തന്നിരിക്കുകയാണ്. മോർണിംഗ് ടീ കൊണ്ട് തരാൻ നേരത്ത് നമുക്ക് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ട് തരുന്നത്. അറിയോ, നല്ല സർവീസാണ്. ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചായ കൊണ്ട് തന്നു. ചായക്കകത്ത് ചൂടുവെള്ളം തന്നിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിനകത്ത് നമുക്ക് ഈ ടീ പ്രീമിക്സ് കലക്കിയിട്ട് കുടിച്ചാൽ മതി, ചായയായി. രാവിലെ ചായയോടെ അവർ തന്നിരിക്കുന്നത് വാനില മഫിനും പിന്നെ യൂണിബിക്കിൻ്റെ ഒരു ഡൈജസ്റ്റീവ് ഓട്സ് ബിസ്ക്കറ്റും. ടീ പ്രീമിക്സ് തന്നിരിക്കുന്നത് വാഗ്ബക്രിയുടെ കേട്ടോ, അത് അത്യാവശ്യം ഫേമസ് ഒരു ബ്രാൻഡാണ് വാഗ്ബക്രി. അവരുടെ ഇൻസ്റ്റൻറ്റ് ജിഞ്ചർ ടീ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. ഈ ചായ പ്രീമിക്സ് കൊള്ളാം കേട്ടോ. ഇതിന് വലിയ മധുരമില്ല. ചില പ്രീമിക്സ് നമ്മൾ ട്രെയിനിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര മധുരമാണ്. ഇതിന് വലിയ മധുരമില്ല കേട്ടോ, നോർമൽ മധുരമേ ഉള്ളൂ. ഈ സൈഡ് ലോവർ എന്ന് പറഞ്ഞാൽ ഈ ബർത്തിൽ കിട്ടുന്ന ഒരു പ്രൈവസി, ആ ഒരു യാത്രാസുഖവും ഒന്നും വേറെ ഒരു ബർത്തിൽ കിട്ടില്ല കേട്ടോ. എന്ത് ഫീലല്ലേ ഈ സൈഡ് ലോവറിൽ യാത്ര ചെയ്യുമ്പോൾ, അന്യായ ഫീലാണ് കേട്ടോ. ആ ഒരു പ്രൈവസി, എസ്പെഷ്യലി സെക്കൻഡ് AC ഒക്കെ ആകുമ്പോൾ പ്രൈവസി, മാക്സിമം പ്രൈവസിയാണ്. നമ്മുടെ ഒരു വീട് പോലെ നമുക്ക് ഈ ബർത്ത് നമുക്ക് യൂസ് ചെയ്യാം, കാരണം ആരും ശല്യപ്പെടുത്താൻ വരില്ല. സൈഡ് അപ്പറിലുള്ള ആരും അങ്ങനെ വരത്തില്ല. ഒരു വല്ലാത്തൊരു പ്രൈവസിയാണ്. സ്ലീപ്പറിൽ അതുപോലെ തന്നെയാണ്. പക്ഷേ തേർഡ് AC ആൾക്കാർ വന്നിരിക്കും.
സെക്കൻഡ് AC ഇതിലെ സൈഡ് ഡോർ ഒരു രക്ഷയില്ല കേട്ടോ, കിടിലമാണ്. ജാതി പ്രൈവസി ആയിരുന്ന ഈ ഒരു ബെർത്ത് വേറെ ഒരു ബെർത്തും തരത്തില്ല കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നത്, ശരിക്കും അത്രയും പൈസ കൊടുത്ത് ബുക്ക് ചെയ്തപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര പൈസയല്ല, പക്ഷേ ഇത് ട്രാവൽ എക്സ്പീരിയൻസ്, കംഫേർട്ട്, സർവീസ് അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര. അത് എടുത്ത് പറയണം. നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി കയറാൻ വേണ്ടി മാത്രം വരണം. നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് പറ്റാവുന്ന ക്ലാസ് ഏതായാലും എടുത്താൽ മതി, സീനില്ല. പക്ഷേ സെക്കൻഡ് AC-യും ഫസ്റ്റ് AC-യും വലിയ പൈസ ഡിഫറൻസ് ഇല്ല കേട്ടോ. നിങ്ങൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് AC എടുക്കുന്നതായിരിക്കും നല്ല, കാരണം വലിയ ഡിഫറൻസ് ഇല്ല. ഞാനിപ്പോൾ ഒറ്റ ആളായിട്ടാണ് സെക്കൻഡ് AC എടുത്തത്. ഫസ്റ്റ് AC എടുത്താൽ വേറെ ആരിലൊക്കെ ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരിലൊക്കെ വേണം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എക്സ്പീരിയൻസ്, കംഫേർട്ട്, പിന്നെ സർവീസ്, സേഫ്റ്റി. ആരും വരത്തില്ല പുറത്തുനിന്ന്, ഓട്ടോമാറ്റിക് ഡോറാണ്, അറിയാമല്ലോ. പുറത്തുനിന്ന് ആരും കയറി വരില്ല. പോലീസുകാരുണ്ട് വണ്ടിക്കകത്ത്, അറിയോ, പോലീസുകാരുണ്ട്. ഇവർ കോൺസ്റ്റൻ്റ് ആയിട്ട് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു, അറിയോ, പോലീസുകാരുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, സേഫാണ് സംഭവം. നമ്മളൊന്നും പേടിക്കണ്ട. ഫുഡ് നല്ലതാണ്, പക്ഷെ ഫുഡിൻ്റെ ആ പാക്കേജിങ് മാത്രം അവർ കുറച്ചുകൂടെ ഒന്ന് പ്രീമിയം ലെവലാക്കിയാൽ മതി. ബാക്കിയൊക്കെ പക്ക ടോപ്പ് ക്ലാസ്. ഇതുപോലെ ആവണം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ എല്ലാ ട്രെയിനുകളും, അല്ലേ, എല്ലാം ഇതുപോലത്തെ അടിപൊളി ട്രെയിൻ ആവട്ടെ, ഇതുപോലത്തെ സർവീസ് ആവട്ടെ. ഇതുപോലത്തെ പ്രൈവറ്റ് ആൾക്കാർക്കൊക്കെ കൊടുത്താൽ മതി. ഈ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള ആൾക്കാർക്ക് ഇത് കോൺട്രാക്ട് കൊടുത്താൽ അവർ നല്ല പക്കയായിട്ട് ചെയ്യും. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി പണി അറിയാവുന്ന ടീമിന് ഈ സർവീസ് കൊടുത്താൽ അവർ നല്ല അടിപൊളി സർവീസ് ചെയ്യും എല്ലാവർക്കും. ഇന്ത്യയിൽ പ്രീമിയം ട്രെയിനുകളെല്ലാം ടിപ്പ് ചോദിക്കുന്ന പോലെ ഇതിലും ടിപ്പ് ചോദിക്കും. ഞാൻ കൊടുത്ത ടിപ്പ് കാരണം നമുക്ക് അതുപോലെ സർവീസ് അവർ തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഈ രാജധാനിയിലൊക്കെ ഇവർ ഈ ഇപ്പോഴത്തെ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ടിപ്പ് ചോദിക്കും, കൊടുക്കാൻ പോലും തോന്നത്തില്ല. പക്ഷേ ഇതിൽ കിടിലൻ സർവീസാണ്, നമ്മൾ കൊടുത്തു പോകും. നമ്മളിപ്പോൾ ആക്ച്വലി കൊൽക്കട്ട ഔട്ട്സ്കേർട്സ് ആയി കേട്ടോ. നമ്മളിപ്പോൾ ബാൻഡേൽ ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗുഡ്സ് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ബാൻഡേൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഒരു 10 മിനിറ്റ് ലേറ്റാണ് ഇവിടെ എത്തുന്നതും. ഇഷ്ടംപോലെ ലോക്കൽ ട്രെയിൻ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ ഇറങ്ങും, കാരണം ഹാവടയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ്, ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇത് കഴിഞ്ഞ് നമ്മളൊരു 1/4 മണിക്കൂറിൽ ഹാവട എത്തും. അപ്പോൾ നമ്മൾ ഹാവട എത്താറായിട്ടുണ്ട്. വണ്ടി നേരത്തെയാണ്. അപ്പോൾ ബൈ ബൈ നമ്മുടെ സൈഡ് ലോവർ ബെർത്ത്, ബൈ ബൈ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് AC അങ്ങോട്ട് പോകട്ടെ, കാരണം ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞ് ഫസ്റ്റ് AC നിങ്ങൾ ശരിക്കും കാണിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഇപ്പോൾ ലോക്കോ അല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ പടം എടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഹാവട ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാവട ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഏറ്റവും വലുതും എന്നാൽ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനാണ് ഹാവട. ഈ ഹാവട റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ കൊൽക്കട്ട വന്നപ്പോൾ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഔട്ടറിൽ പിടിച്ചിട്ടപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, നേതാജി എക്സ്പ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ വണ്ടി കയറിയിട്ടുണ്ട്. അത് കാൽക്ക ഉണ്ടല്ലോ, കൽക്ക, ഷിംലയ്ക്ക് അടുത്തുള്ള കൽക്കയിൽ നിന്ന് ഹാവടയ്ക്ക് വരുന്നതാണ്. അതിൻ്റെ ട്രെയിൻ ബോർഡ് നിങ്ങൾ കണ്ടോ, ഇതൊക്കെയാണ് ട്രെയിൻ ബോർഡ് കേട്ടോ. എന്തോ ഡിസൈൻ എന്ന് നോക്കി, നേതാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ ഒരു പടവും പിന്നെ കൽക്ക ഷിംല ട്രെയിനിൻ്റെ ആ ഒരു പടവും നോക്ക്, അടിപൊളി. ഇതൊക്കെയാണ് ട്രെയിൻ ബോർഡ് കേട്ടോ. പണി അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ ട്രെയിൻ ബോർഡ് ഡിസൈൻ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിൽ തിരുത്തുണ്ട്, 2 കൂപ്പയാണുള്ളത് കേട്ടോ. അതിൽ ഒരു കൂപ്പ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്, കാണിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് AC-യിലെ കൂപ്പ കേട്ടോ. ഇത് പക്ക ഒരു ക്യാപ്സ്യൂളിനകത്ത് നമ്മൾ ഇരിക്കത്തില്ല, അതേപോലെ അതൊക്കെ ആ ഡിസൈൻ കണ്ടോ, എന്ത് രസമല്ലേ, അടിപൊളി കേട്ടോ. ആ ക്യാപ്സ്യൂൾ ഡിസൈനും ഇപ്പോൾ ആൾക്കാർ ഇറങ്ങിപ്പോയോണ്ട് ഇങ്ങനെ സീറ്റൊക്കെ അവിടെ ഇടയ്ക്ക് കിടക്കുകയാണ്. നല്ല ബർത്താണ്, നല്ല വീതിക്കിട നല്ല ബർത്ത്. പിന്നെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. മുകളിലത്തെ അപ്പർ ബർത്തിൻ്റെ ചാർജിങ് പോയിൻ്റാണ് അവിടെ ആണ് കേട്ടോ. കപ്പിൾസിനൊക്കെ ഈ ഒരു സാധനം കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ബർത്താണ് സംഭവം കേട്ടോ. പക്ഷേ ഗ്ലാസ് കുറച്ച് ചെറുതായിപ്പോയി, പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഈ ഫസ്റ്റ് AC-യിൽ അറ്റൻഡൻറ്റിനെ വിളിക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്രത്യേക ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഈ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ അങ്ങനെ ഓൺ ടൈമിന് ഹാവട ജംഗ്ഷനിൽ കണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് AC ഫ്രീ ആയപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പില്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, സാധാരണ നമ്മുടെ സെക്കൻഡ് AC-യിലെ പോലത്തെ പില്ലോ അല്ല, നല്ല അടിപൊളി നല്ല വലിയ പില്ലുവാണ് കേട്ടോ. നല്ല തൊടുമ്പോൾ തന്നെ നല്ല സുഖം പില്ലോ തൊടുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് AC-യുടെ കൂപ്പയിലുള്ള. ഇതിൻ്റെ ഡോറ് നിങ്ങൾ കണ്ടോ, ഡോർ അടിപൊളിയല്ലേ, നല്ല വലിയ ഡോറ്, നല്ല സ്ലൈഡിങ് ഡോറ്. ഇത് അടച്ചിട്ടാൽ പുറത്തെ വെട്ടോ അങ്ങനെ ഒന്നും കയറത്തില്ല കേട്ടോ. എന്നാലും കൊള്ളാം, വലിയ ഡോറാണ് കേട്ടോ, നൈസ് സ്ലൈഡിങ് ഡോറാണല്ല. വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ ഏറ്റവും മസ്റ്റ് ട്രൈ ക്ലാസ് ഫസ്റ്റ് AC ആണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, നല്ല സാധനമാണ്.
നല്ല ഗ്ലാസ് ആണ്, നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ഫസ്റ്റ് എ സി കിട്ടുന്നത്. ഈ ഡിസൈനാണ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത്. ഫസ്റ്റ് എ സിയിൽ ക്യാബിൻ ഒരെണ്ണം ഫ്രീ ആയിട്ടുണ്ട്, അപ്പോൾ അതും നമുക്ക് കാണിക്കാം. ആൾക്കാരൊക്കെ നശിപ്പിച്ചിട്ടേക്കുന്നുണ്ട് താഴെ ഓരോന്നൊക്കെ ഇട്ട്. ഇതാണ് ഈ ആൾക്കാരുടെ സ്വഭാവം, ഒരു വൃത്തിയില്ലാത്ത ആൾക്കാരാണ്, പണ്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് സെയിം നമ്മൾ കൂപ്പേ കണ്ട പോലത്തെ സെയിം സംഭവങ്ങൾ തന്നെയുള്ളത്. ഇവിടെ എക്സ്ട്രാ 2 ബർത്ത് ഉണ്ടെന്നേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ബെഡ്ഷീറ്റ് എനിക്ക് തോന്നുന്നു എല്ലാത്തിലും സെയിം ആണ് കേട്ടോ, വേറെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ബെഡ്ഷീറ്റ് ലിനൻസ് എല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നൈസ് അല്ലേ, അടിപൊളി. അതൊരു ക്യാപ്സ്യൂൾ, ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ കേട്ടോ. അങ്ങനെ ഇന്ത്യയുടെ വന്ദേ ഭാരത് സ്ലീപ്പർ നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ ഹാവട ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ബിസിയസ്റ്റും ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബാക്കിൽ പോയിട്ട് ആ ക്യാബിൻ്റെ ആ ഒരു പടം കൂടെ എടുത്തിട്ട് വരാം. എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. വലിയ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് പടം എടുക്കാൻ പറ്റത്തില്ല, ഇവർ ഒത്തിരി ഇറക്കിയിട്ടൊക്കെ നോക്കാം എങ്ങനെ എടുക്കുമല്ലേ. ഇനി അപ്പുറത്തെ സ്ഥലങ്ങളും പോയി നോക്കാം എടുക്കാൻ പറ്റുമോ അത്. ഒത്തിരി ഇറക്കിയിട്ടൊക്കെ കണ്ടോ. ഒരുപാട് എൻജോയ് ചെയ്തു ഈ യാത്ര കേട്ടോ. നല്ല സർവീസും നല്ല അടിപൊളി ട്രെയിൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മസ്റ്റായിട്ട് ഈ ട്രെയിൻ വന്ന് ട്രൈ ചെയ്യണം. നമ്മുടെ അങ്ങോട്ടൊക്കെ വരുമെന്ന് വിശ്വസിക്കുന്നത്, വരുമായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ. ബാംഗ്ലൂർ കേരള റൂട്ടിൽ എവിടെയെങ്കിലും ഒന്ന് വന്നാൽ മതി. നല്ല സംഭവമാണ് കേട്ടോ, കിടില സാധനം. ഈ വന്ദേ ഭാരത് സ്ലീപ്പർ വന്നിരിക്കുന്നത് ഹാവടയിലെ പ്ലാറ്റ്ഫോം നമ്പർ 7 കേട്ടോ വന്നിരിക്കുന്നത്. ചെറിയ പ്ലാറ്റ്ഫോമാണ്, ഈ റെയിൽക്ക് കറക്റ്റ് കയറുന്ന ടൈപ്പ് പ്ലാറ്റ്ഫോമാണ്. കാരണം ഫ്രണ്ടും അങ്ങേ അറ്റമാണ് ഇരിക്കുന്നത്, ബാക്കും ആ പ്ലാറ്റ്ഫോമിന് എൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഫ്രെയിം നിങ്ങൾ കണ്ടോ, നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പറും അപ്പുറത്തെ WP7 രണ്ടും ആക്സിലറേഷൻ എന്ന കാര്യത്തിൽ പുലിയാണ് കേട്ടോ. ആക്സിലറേഷനിൽ ഏറ്റവും പുലി വന്ദേ ഭാരതാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം WP7 ആണ്. എല്ലാവരും തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, തകർത്ത് ഫോട്ടോ എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഈ സ്റ്റേഷനിൽ ഈ ഭാഗം ഉള്ളത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. ഇവിടെ ഞങ്ങളുടെ ശകലം പോയ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ, അതായത് ഒരു സ്റ്റേഷനിൽ തന്നെ 2 സോണ് 2 ഡിവിഷൻ അങ്ങനെ വരുന്ന ഒരു സ്റ്റേഷനാണ്. പഴയ സ്റ്റേഷനാണ്, ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്റ്റേഷനാണ്. അതാണ് ഹാവട ജംഗ്ഷൻ. അപ്പോൾ ബൈ വന്ദേ ഭാരത് സ്ലീപ്പർ. ഒരു കിടിലൻ യാത്രാ എക്സ്പീരിയൻസ് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്, അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഹാവട സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് കേട്ടോ. നല്ല നീളത്തിൽ അങ്ങോട്ട് പരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിനി തിരിച്ച് നാട്ടിൽ പോവാണ്. നാട്ടിൽ പോകുന്നത് നമ്മൾ ഇവിടുന്ന് സന്ത്രാഗച്ചിയിൽ നിന്ന് ചെന്നൈക്ക് ഒരു AC സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതിന് കയറി ചെന്നൈ പോയിട്ട് തൊട്ട് പുറയിൽ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ഉണ്ട്, അതിന് കയറി നമ്മൾ നാട്ടിൽ പോകും. അപ്പോൾ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് കിട്ടണം, കാരണം ഈ സന്ത്രാഗച്ചി AC സൂപ്പർ ഫാസ്റ്റ് ഇടയ്ക്ക് ലേറ്റ് ആവാറുണ്ട്. മിസ്സാവത്തില്ലെന്ന് തോന്നുന്നു, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത് 2 വീഡിയോ കാണും. അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് കാണാം തിരിച്ചുള്ള യാത്ര. ബൈ.